വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നവോത്ഥാനമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ നമ്മൾ രാജാറാം മോഹൻ റായിയെ കുറിച്ചും ബ്രഹ്മസമാജത്തെ കുറിച്ചുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയും അദ്ദേഹം സ്ഥാപിച്ച ആര്യ സമാജം എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചുമാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. സ്വാമി ദയാനന്ദ സരസ്വതി 1824 ഫെബ്രുവരി 12 ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതി 1824 ഫെബ്രുവരി 12 ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരിയായ പേര് മൂൽ ശങ്കർ എന്നാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശരിയായിട്ടുള്ള പേരെന്താണ്? മൂൽ ശങ്കർ എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ഗുരുവാണ്. ഗുരുവിന്റെ പേര് മിർജാനന്ദ ദണ്ഡീശ എന്നാണ്, അല്ലെങ്കിൽ മിർജാനന്ദ സ്വാമി അങ്ങനെയും പറയാം. അപ്പൊ മിർജാനന്ദ സ്വാമി അല്ലെങ്കിൽ മിർജാനന്ദ ദണ്ഡീശ എന്ന് പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗുരുവാണ് മൂൽ ശങ്കർ എന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പേരിന് പകരം ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത്. കൂടാതെ അദ്ദേഹത്തിന് ഋഷി ദയാനന്ദ് എന്ന പേരും അദ്ദേഹം നൽകി. ഋഷി ദയാനന്ദ് എന്ന പേര് നൽകിയത്, സ്വാമി ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയതൊക്കെ അപ്പോ വിർജാനന്ദ ദണ്ഡീശ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവാണെന്ന് ഓർക്കുക. ധാരാളം വിശേഷണങ്ങള് നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഇദ്ദേഹമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്ന സംഘടന ആരംഭിക്കുന്നത്. അപ്പൊ ശുദ്ധി പ്രസ്ഥാനം ഇദ്ദേഹം ആരംഭിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആരംഭിച്ച സംഘടനയാണ്. അപ്പൊ അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയും ആരെന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ന് ഓർക്കുക. ഈ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് പറഞ്ഞത്, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണ്, ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി കേട്ടോ. ഇദ്ദേഹം 1875 ആര്യ സമാജം സ്ഥാപിക്കുന്നു. വളരെ പ്രധാനമാണ് വർഷം. ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ച വർഷം 1875 ബോംബെയിലെ കത്തിയാവാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര്യ സമാജം അദ്ദേഹം സ്ഥാപിക്കുന്നത്. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ ആര്യ സമാജം എന്തിനു വേണ്ടി സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിക്കുന്നത്. അല്ലെങ്കിൽ ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1875 ആര്യ സമാജം ആരംഭിക്കുകയാണ്. ബോംബെയാണ് അതിന്റെ ആസ്ഥാനം. ബോംബെയിലെ കത്തിയാവാറാണ്. ഇനി ആപ്തവാക്യം എന്താണ്? ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ്. ഇനി നമ്മളോട് ചോദിക്കാം, 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതാണ് ആ 10 തത്വങ്ങൾ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്ലോഗൻ ആരുടെ സംഭാവനയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സംഭാവനയാണ്. ഇന്ത്യക്കാർക്ക് എന്ന പൊളിറ്റിക്കൽ സ്ലോഗൻ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സംഭാവനയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവും അല്ലെങ്കിൽ നവോത്ഥാന നായകനും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നമ്മൾ വേദങ്ങളിലേക്ക് മടങ്ങൂ, നമ്മളോട് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി നമ്മുടെ ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കപ്പെടണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദി നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഭാഷയായി അംഗീകരിക്കപ്പെടണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പേരാണ് നമ്മൾ പറയേണ്ടത്.
വളരെ പ്രധാനപ്പെട്ട 2-3 കൃതികള് സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. ഈ സത്യാർത്ഥ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ പറ്റി പ്രതിപാദിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. അപ്പൊ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. അപ്പൊ ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ പറ്റി പ്രതിപാദിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. കൂടാതെ ഋഗ്വേദ ഭാഷ്യാ ഭൂമിക, വേദിക് ഹോം ഓഫ് ആര്യൻസ് ഇതൊക്കെ രചിച്ചതും ആരെന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. അപ്പൊ സത്യാർത്ഥ പ്രകാശം, ഋഗ്വേദ ഭാഷ്യാ ഭൂമിക, വേദിക് ഹോം ഓഫ് ആര്യാസ് എന്ന് തുടങ്ങിയ കൃതികൾ നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പത്രം, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രശസ്തമായിട്ടുള്ള പത്രത്തിന്റെ പേരെന്താണ്? ആര്യപ്രകാശം എന്നാണ്. അപ്പൊ ആര്യപ്രകാശം എന്ന പത്രം രചിച്ചതും പത്രം ഇറക്കിയതും ആരെന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ആശയമാണ് സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ. അപ്പൊ സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്ന ആശയത്തെ ആദ്യമായി പ്രസ്താവിച്ച നവോത്ഥാന നായകനും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്ന ആദ്യമായി പ്രസ്താവിച്ച എന്നീ ആശയങ്ങളെ ആദ്യമായി പ്രസ്താവിച്ച നവോത്ഥാന നായകനും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോട്, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാടുകളോട് അന്നത്തെ ജോധ്പൂർ രാജാവിന് തീരെ തൃപ്തി ഉണ്ടായില്ല. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അങ്ങോട്ട് പിടിച്ചുണ്ടായില്ല. അപ്പൊ ജോധ്പൂർ കൊട്ടാരത്തിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അവിടെ ക്ഷണിച്ചിരുത്തി അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചപ്പോൾ മരണപ്പെടുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ജോധ്പൂർ കൊട്ടാരത്തിൽ ചെന്നിട്ട് വിഷം ഉള്ള ഭക്ഷണം കഴിച്ച് അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കൊന്നതാവാം, അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ജോധ്പൂർ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരണപ്പെട്ട നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തിന്റെ പേര് ലാലാ ലജ്പത് റായ് എന്നാണ്. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. ഇനി അടുത്തത് ആര്യസമാജത്തിന്റെ കോളേജ് സെഷൻ ലീഡ് ചെയ്തിരുന്നത് ആള് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലാലാ ലജ്പത് റായ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സ്വാമി ശ്രദ്ധാനന്ദ എന്നാണ്. എന്താണ്? സ്വാമി ശ്രദ്ധാനന്ദ. ഈ സ്വാമി ശ്രദ്ധാനന്ദ ഹരിദ്വാറില് കാംക്രി ഗുരുകുലം സ്ഥാപിച്ചു. അപ്പൊ ഹരിദ്വാറില് കാംക്രി ഗുരുകുലുണ്ട്. അത് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാമി ശ്രദ്ധാനന്ദയാണ് എന്ന് ഓർത്തുവെക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാമി ദയാനന്ദ സരസ്വതി എതിർത്തിരുന്ന കാര്യങ്ങൾ? വിഗ്രഹാരാധന അദ്ദേഹം എതിർത്തിരുന്നു. ജാതി വ്യവസ്ഥയെ അദ്ദേഹം എതിർത്തിരുന്നു. ശൈശവ വിവാഹത്തിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ എതിർത്തിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാനനായകനാണ്. അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വദേശി മാർഗം സ്വീകരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം എന്താണ് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് പറയണ്ടായി എന്ന് ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ ഭംഗിയായിട്ട് കേട്ട് നിങ്ങൾ പഠിക്കുക. ആദ്യത്തെ ക്ലാസ് റിനൈസൻസിന്റെ ഫസ്റ്റ് ക്ലാസ് രാജാറാം മോഹൻ റോയുടെ ക്ലാസ് ആണ്. അത് കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നമ്മുടെ വൈസ്രോയിമാരെ അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പ്ലേലിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അതിൽ നോക്കിയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കൂ. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.